സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന KSRTCയുടെ പ്രിയദർശിനി ബസ് പത്തനംതിട്ട അടൂരിൽ വഴിയിലായപ്പോൾ സകലരും കളഞ്ഞിട്ട് പോയി. പക്ഷേ ഒടുവിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്ന ബസ്സിനെ അവിടെ നിന്ന് മാറ്റാൻ പുരുഷന്മാർ വേണ്ടി വന്നു. ആ പുരുഷന്മാർ ബസ് തള്ളുന്നതിനിടയിൽ പറഞ്ഞ ഒരു വാചകം ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട്. സ്ത്രീകളെ കൊണ്ട് തള്ളിക്കെട്ടിയത് അവർക്കാണ് സൗജന്യം. ഞങ്ങൾ പുരുഷന്മാർ തള്ളി അവർക്ക് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഇത് സ്ത്രീകളാണ് ഞങ്ങൾക്ക് യാതൊരു ആനുകൂല്യവും ഇല്ല. എന്തായാലും ഞങ്ങള് സർക്കാർ വേണ്ടി സ്ത്രീകളെല്ലാം ഇറങ്ങിപ്പോയോ? എല്ലാവരും സ്ത്രീകൾ ഇറങ്ങിപ്പോയി. വണ്ടി കേടാതെ അവരിറങ്ങിപ്പോയി. പുരുഷന്മാർ വണ്ടി തള്ളി സ്റ്റാർട്ടാക്കി. അപ്പൊ എല്ലാത്തിനും പുരുഷന്മാര് വേണം. പുരുഷന്മാർ വേണം. പുരുഷന്മാർക്ക് നമ്മുടെ ഒരു സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുള്ള ഈ ഒരു പ്രിയദർശിനി ഇവിടെ പണിമുടക്കിയിരിക്കുകയാണ്. കേട്ടില്ലേ? ന്യായമായിട്ടുള്ള മറുപടി. സൗജന്യങ്ങളല്ല സ്ത്രീക്ക്, പക്ഷെ ആ ബസ് കട്ടപ്പുറത്തായി കഴിഞ്ഞാൽ ഒരു സ്ത്രീയില്ല, നമ്മൾ തന്നെ തള്ളിയെടുക്കണം. ഒരു സൗജന്യം ഇല്ലെങ്കിലും ഈ പണിയൊക്കെ ചെയ്യാനായിട്ട് ആര് തന്നെ വേണം? പുരുഷന്മാർ തന്നെ വേണം. പ്രിയദർശിനി ബസിന്റെ ഉദ്ഘാടന വേളയിൽ എന്തുകൊണ്ട് പുരുഷന്മാർക്ക് സൗജന്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ സൗജന്യം കൊടുത്താൽ ആ പൈസ വീട്ടിലെത്തില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ കമന്റ്. കാര്യം ആ പൈസ ഞങ്ങൾക്ക് സർക്കാരിന് കിട്ടും. എങ്ങനെ? ഇവരെല്ലാം കൊണ്ടുവന്ന് മദ്യഷോപ്പിൽ കൊടുക്കും, അതുകൊണ്ട് അവർക്ക് സൗജന്യം കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ്. പക്ഷേ അതേ ബസ്സുകൾ വഴിയിലായി കഴിഞ്ഞാൽ സൗജന്യം കിട്ടുന്ന ആരും അവിടെ അതിനെ സഹായിക്കാൻ വരാറില്ല. ഈ സൗജന്യം കിട്ടാത്തവരും സതീശൻ പറഞ്ഞ പോലെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നേരെ കൊണ്ടുവന്ന് ബാറിൽ അടയ്ക്കൂ എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചവർ അവർ ഇറങ്ങി നിന്ന് ബസ് തള്ളി എടുത്തു കൊടുക്കേണ്ട അവസ്ഥ. ഇതാണ് അവിടെ സംഭവിച്ചത്. എന്തായാലും ആ സമയത്ത് നമ്മൾ നാട്ടിൽ പറയാറില്ല, ഈ അനവസരത്തിൽ അടിക്കുന്ന ചില വാചകങ്ങൾ ആ സന്ദർഭത്തിൽ ചിലപ്പോൾ വമ്പൻ ഹിറ്റായി മാറുമെന്ന്. അങ്ങനെ ഇപ്പോൾ ആ ചേട്ടന്റെ ഡയലോഗ് ഹിറ്റായി മാറിയിട്ടുണ്ട്. എന്തായാലും ഒരു ട്രോൾ എന്നുള്ള നിലയ്ക്ക് ഓക്കെയാണ്. എന്നിരുന്നാൽ കൂടിയും ഈ സ്ത്രീകൾക്ക് നൽകുന്ന ആനുകൂല്യം അത് എല്ലാവർക്കും നൽകുന്നത് ശരിയായ ഒരു പ്രവണതയല്ല. സമൂഹത്തിൽ പിന്നോക്കാവസ്ഥയിലും അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ അത് തുടരുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വാർദ്ധക്യ സഹജമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന രോഗാതുരരായിട്ടുള്ള പുരുഷന്മാർക്ക് കൂടി അത്തരം ആനുകൂല്യങ്ങൾ പരിഗണിക്കുന്നത് നല്ലതാണ്. കാര്യം KSRTC ബസ്സൊക്കെ വഴിയിലായി കഴിഞ്ഞാൽ ആ ചേട്ടന്റെ വർത്തമാനം പോലെ ഒരു സ്ത്രീയും അതിനെ സഹായിക്കാൻ വരില്ല. സഹായിക്കാൻ ആരേ കാണുള്ളൂ? ഒരു ആനുകൂല്യവും പറ്റാത്ത പുരുഷന്മാർ മാത്രമേ കാണുള്ളൂ എന്നുള്ള ആ മറുപടി അത് ആ സന്ദർഭത്തിൽ റിയാലിറ്റി ആയിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. സ്ത്രീകളെ കൊണ്ട് തള്ളിക്കെട്ടിയത് അവർക്കാണ് സൗജന്യം. ഞങ്ങൾ പുരുഷന്മാർ തള്ളി അവർക്ക് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഇത് സ്ത്രീകളാണ് ഞങ്ങൾക്ക് യാതൊരു ആനുകൂല്യവും ഇല്ല. എന്തായാലും ഞങ്ങള് സർക്കാർ വേണ്ടി സ്ത്രീകളെല്ലാം ഇറങ്ങിപ്പോയോ? എല്ലാവരും സ്ത്രീകൾ ഇറങ്ങിപ്പോയി. വണ്ടി കേടാതെ അവരിറങ്ങിപ്പോയി. പുരുഷന്മാർ വണ്ടി തള്ളി സ്റ്റാർട്ടാക്കി. അപ്പൊ എല്ലാത്തിനും പുരുഷന്മാര് വേണം. പുരുഷന്മാർ വേണം. പുരുഷന്മാർക്ക് നമ്മുടെ ഒരു സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുള്ള ഈ ഒരു പ്രിയദർശിനി ഇവിടെ പണിമുടക്കിയിരിക്കുകയാണ്. അപ്പോഴേക്കും പ്രിയദർശിനി ബസ് വഴിയിലായി അതിനെ പുരുഷന്മാർ തള്ളാൻ വന്നപ്പോൾ പറഞ്ഞ കമന്റ് UDFകാർക്ക് കയറി പൊള്ളിയിട്ടുണ്ട്. അവർ ഉടനടി അമ്മമാരില്ലേ പെങ്ങന്മാരില്ലേ എന്നുള്ള ആ പ്രത്യേക ക്ലാസ്, ഇത് രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ അമ്മമാരും പെങ്ങന്മാരൊന്നും ഉണ്ടാകില്ല, അവരെല്ലാം മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്ന അതേ മഹാന്മാർ ഉടനടി അമ്മ പെങ്ങന്മാരുടെ ക്ലാസ് എടുക്കുന്ന ആ രീതി കാണുമ്പോൾ ഇവരുടെയൊക്കെ ഈ ഓന്തിനെ പോലെ സമയത്തിനനുസരിച്ച് രീതികൾ മാറുന്നത് നാട്ടുകാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.